നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ 45 കൊല്ലം ഒരേ ഒരു ഭരണമാണ്. ഈ 45 കൊല്ലം ഒരാൾ ഇവിടെ ഭരിക്കാൻ വിട്ടിരിക്കുക. വാട്ട് ഈസ് ദാറ്റ് മീനിങ്? തീർച്ചയായിട്ടും രണ്ട് മുന്നണികളിൽ ചേർന്നിട്ട് ഈ സിസ്റ്റം വളരെയധികം തകരാറിലാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള ശക്തമായ വിയോജിപ്പാണ് ഇങ്ങനെയൊരു ആം ആദ്മി പാർട്ടിയുടെ തുടക്കം കുറിച്ച് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതി തൂത്തുവാരാം എന്ന് വിചാരിച്ചിറങ്ങി. അഴിമതി കോർപ്പറേഷൻ തുടങ്ങുകയാണ്, കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ തുടങ്ങുകയാണ്. അതന്നെ, യെസ്, യു ആർ കറക്റ്റ്. അഴിമതി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ തന്നെ തുടങ്ങും. കാരണം അതിന്റെ ഉള്ളിലെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. രണ്ട് മുന്നണികളാണ് പ്രധാനമായിട്ടും മത്സരരംഗത്തുള്ളത്, LDF-ഉം UDF-ഉം. ഇപ്പം ഒരു ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു സംഘടന ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കും, എത്രമാത്രം സാധ്യതകളുണ്ട്? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഐ ആം വെരി കോൺഫിഡന്റ് ഇൻ മൈ വാർഡ്. കാരണം ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയാണ്, മൂന്നാമത്തെ ദേശീയ പാർട്ടിയാണല്ലോ. എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഈ 3 പാർട്ടികളും ശേഷം മറ്റൊരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ. കേരളത്തിൽ നല്ല അസലായിട്ട് ആം ആദ്മി പാർട്ടി പോകുന്നുണ്ട്. അതിന്റെ ടിക്കറ്റ് എടുത്ത് അത് തന്നെ മത്സരിക്കാമെന്ന് വെച്ച് നമ്മൾ എന്തൊരു തുടക്കം കുറിക്കണം. ഇവർ തന്നെ ഇങ്ങനെ ഭരിക്കാനായിട്ട് വിടരുത്. കാരണം ജനങ്ങളാണ് നമ്മുടെ മുമ്പിലെടുത്ത്. ഈ ജനങ്ങളോട് നമുക്ക് നീതി പുലർത്തണം. ജനങ്ങളോട് നീതി പുലർത്താൻ പറ്റിയ പാർട്ടി ആം ആദ്മി. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മള് മാഡത്തിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. അപ്പൊ അവർക്കെതിരെ കൂടിയുള്ള ഒരു പോരാട്ടമാണ്. അപ്പൊ അതിനെങ്ങനെയാണ്? അവർക്കെതിരെയുള്ള പോരാട്ടമല്ല, അവർക്ക് ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം 45 കൊല്ലമായിട്ട് ഒരാളെ കൊണ്ട് ഭരിക്കാൻ വിട്ടിരിക്കുക. ഇറ്റ്സ് വെരി ഷെയിം ഫോർ ദ കാലിക്കറ്റ് പീപ്പിൾ. അത് കോഴിക്കോട് കോൺഗ്രസ് UDF കൂടി അറിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ അറിയാതെ എങ്ങനെയാണ് സംഭവിക്കുക? അറിയാതെ ഒരിക്കലും സംഭവിക്കില്ല. എന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണോ? ഒരാൾ തന്നെ അവിടെ 45 കൊല്ലം കൊണ്ട് ഭരിക്കുക. തികച്ചും കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തികച്ചും പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് ആം ആദ്മി പാർട്ടി അതിനുള്ള ഒരു ഒരുക്കത്തിലാണ്. അല്ല, ആം ആദ്മി പാർട്ടി അതിനുള്ള ഒരുക്കത്തിന് തുടക്കം കുറിക്കുക. അതിനിപ്പോ എല്ലാ 40-50 വാർഡുകളിലൊന്നും ഇല്ല. തുടക്കം കുറിക്കണം. ഏത് കാര്യം നമ്മൾ തുടക്കം കുറിച്ചാൽ മാത്രമേ അത് വിജയത്തിലെത്തൂ. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് ഇപ്പം ആം ആദ്മി പാർട്ടി ഈ ഒരു ഇലക്ഷനിൽ എത്ര വാർഡുകളിലാണ് മത്സരിക്കുന്നത്? 4 വാർഡുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ പാർട്ടിയുടെ ഘടകം ചെയ്യും. ഞാൻ എൻ്റെ വാർഡിനെ മാത്രം, അതായത് കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയൊരു വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, മാവൂർ വാർഡിന്റെ. അത് മാത്രം ഞാൻ ചുക്കാൻ പിടിക്കും. അത് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. മാവൂർ വാർഡ് പിടിച്ചടക്കാൻ തന്നെയാണ് തീരുമാനം. പിടിച്ചടക്കിയിരിക്കും. കാരണം എന്താ 1.5 ബൂത്താ നടക്കാവ് വാർഡിന്റെ 1.5 ബൂത്താണ്. ബാക്കി ഭാഗം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും. അപ്പൊ എന്തൊക്കെയായാലും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണല്ലോ. ഷുവർ.